വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലാമിസ് ആണ്. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്, വയലും മനവും എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഏതാണത്? ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ അല്ലേ. അപ്പോൾ എന്താണ് ഇക്കോസിസ്റ്റം, എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ ഇതാ 2 ചിത്രങ്ങൾ മക്കൾ കാണുന്നുണ്ട് അല്ലേ, 2 പിക്ചേഴ്സ് മക്കൾ കാണുന്നുണ്ട്. എന്തൊക്കെ വസ്തുക്കൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പിക്ചേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? യെസ്, ഒന്നാമത്തെ പിക്ചർ എന്ന് പറയുന്ന സമയത്ത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, അതൊരു ഫോറസ്റ്റ്, അതൊരു കാടാണ് അല്ലേ. അതിനകത്തൂടെ എന്ത് ഒഴുകുന്നുണ്ട്? ഒരു അരുവി ഒഴുകുന്നുണ്ട് അല്ലേ, അതിനകത്ത് വെള്ളമുണ്ട്. അവിടെ ഒരു മരം നമ്മൾ കാണുന്നുണ്ട്, മരത്തിൽ കുറേ കിളികളെ നമ്മൾ കാണുന്നുണ്ട്. യെസ്, കുരങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കൂട് വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ആനേനെയും യെസ് മാനിനെയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജീവികളെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. മണ്ണ് കാണുന്നുണ്ട്, പാറകൾ കാണുന്നുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുവാണെങ്കിലോ, ഇതൊരു കുളമാണ് അല്ലേ, ഒരു പോണ്ടാണെന്ന് നമുക്ക് പറയാം. അവിടെയും ഈ പറഞ്ഞ പോലെ വാട്ടർ അല്ലേ, വെള്ളം നമ്മൾ കാണുന്നുണ്ട്, കുറെ ജീവികളെ നമ്മൾ കാണുന്നുണ്ട്. വെള്ളത്തിൽ എന്തായാലും എന്തുണ്ടായിരിക്കാം? യെസ്, മത്സ്യം അല്ലേ, ഫിഷ് ഉണ്ടായിരിക്കാം. അതുപോലെ കുറെ പുല്ല് നമ്മൾ കാണുന്നുണ്ട്, പാറക്കഷ്ണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, അവിടെ മണ്ണ് ഉണ്ടായിരിക്കാം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ എല്ലാവരും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ എല്ലാവരും ജീവനുള്ള ആളുകളാണോ? ലിവിങ് തിങ്സ് ആണോ? ഒരിക്കലും അല്ല അല്ലേ. നമ്മൾ പറഞ്ഞതിനകത്ത് ജീവനുള്ള അല്ലേ, ജീവനുള്ള അല്ലെങ്കിൽ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്, ജീവനില്ലാത്ത നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ 2 പേരുകൾ പഠിക്കാൻ പോവാണ്. ഏതൊക്കെയാണത്? ഒന്നാമത്തത് ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവീയ ഘടകങ്ങൾ. എന്താണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീവീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവിങ് തിങ്സിനെ അല്ലെങ്കിൽ ജീവനുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സിമ്പിൾ ആണ് അല്ലേ, ജീവീയ ഘടകങ്ങൾ അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാൻ പറ്റും നമുക്ക്? യെസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുകളില്ലേ, നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ തന്നെ നമുക്കറിയാം ആർക്കൊക്കെയാണ് ജീവനുള്ളത്. നമ്മുടെ ഫിഷിനുണ്ടായിരുന്നു, ട്രീസ് അല്ലേ, മരത്തിനുണ്ടായിരുന്നു, പക്ഷികൾക്ക് ഉണ്ടായിരുന്നു, കുറെ ജീവികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുള്ള ആനയ്ക്കാണെങ്കിലും കടുവയ്ക്കാണെങ്കിലും മാനിനാണെങ്കിലും ഒക്കെ എന്താണ്? ജീവനുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ലിവിങ് തിങ്സിനെ അല്ലെങ്കിൽ ജീവനുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവീയ ഘടകങ്ങൾ അല്ലേ. അപ്പൊ ഇത് ഇല്ലാത്ത ആളുകളെ, ജീവൻ ഇല്ലാത്ത ആളുകളെ അല്ലേ, നമ്മുടെ നോൺ ലിവിങ് തിങ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ ലിവിങ് തിങ്സ് അഥവാ നമ്മുടെ ജീവനില്ലാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം നമുക്ക്? അജീവീയ ഘടകങ്ങൾ. ജീവനില്ലാത്ത ആളുകൾ അജീവീയ ഘടകങ്ങൾ. നേരത്തെ എന്തായിരുന്നു? ബയോട്ടിക് ഫാക്ടർ അല്ലെ, ജീവീയ ഘടകങ്ങൾ, ലിവിങ് തിങ്സ്, ജീവനുള്ള ആളുകൾ. അപ്പൊ ഇവിടെ ജീവൻ ഇല്ലാത്ത നോൺ ലിവിങ് തിങ്സ് ആണെങ്കിൽ എന്തായി എന്ന ചെറിയൊരു മാറ്റേ വന്നിട്ടുള്ളൂ. എന്തായി? ബയോട്ടിക് എന്നുള്ളതിന് പകരം അബയോട്ടിക് ഫാക്ടേഴ്സ്, ജീവീയ ഘടകങ്ങൾക്ക് പകരം അജീവീയ ഘടകങ്ങൾ അല്ലെ. ആ ഒരു കാര്യം മാത്രമേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മളിവിടെ 2 കാര്യങ്ങൾ പഠിച്ചു അല്ലെ, ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്, അബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്. ജീവീയ ഘടകങ്ങളും ഉണ്ട്, നമുക്ക് ജീവീയ ഘടകങ്ങൾ അല്ലാത്തത് അതായത് അജീവീയ ഘടകങ്ങളും ഉണ്ട്. നമ്മുടെ അജീവീയ ഘടകങ്ങൾ അല്ലെങ്കിൽ എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? എയർ അല്ലേ, നമ്മൾ ശ്വസിക്കുന്ന വായു എന്ന് പറയുന്നത് നമുക്ക് പറയാം. സൺലൈറ്റ് നമുക്ക് പറയാം, വാട്ടർ നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞിട്ടുള്ള പാറക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ സോയിൽ അല്ലേ, മണ്ണ്, ഇതൊക്കെ എന്താണ്? ജീവൻ ഇല്ലാത്ത ആളുകളാണ് അല്ലേ. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് എന്താന്ന് പറയാം? അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അജീവീയ ഘടകങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അപ്പൊ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് അറിയാം, നമ്മളിപ്പൊ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒക്കെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് അല്ലേ. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പൊ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞു മണ്ണ് അവിടെ ഉണ്ട് എന്ന്. ആ മണ്ണിലാണ് ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത് അല്ലേ. ഈ പറയുന്ന വാട്ടർ, വെള്ളമാണെങ്കിലും ഒഴുകുന്നത് എന്തിലൂടെയാണ്? ഈ പറഞ്ഞിട്ടുള്ള ഭൂമിയിലൂടെയാണ് അല്ലേ. ആ വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് ഇവിടെയുള്ള ജീവനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്? അതിന്റെ ജീവൻ നിലനിർത്തുന്നത് അല്ലേ. ഇനി ഇതാ ഈ കാണുന്ന മരങ്ങൾക്കാണെങ്കിലും ഇവിടെ കാണുന്ന ചെടികൾക്കാണെങ്കിലും ഒക്കെ വളരാൻ എന്ത് വേണം? ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ അല്ലേ, വെള്ളം ആവശ്യമാണ്. അതേപോലെ നമ്മുടെ വായു, എയറിനെ പറ്റി മക്കൾ ആലോചിച്ച് നോക്കിയേ. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? ശ്വസിക്കാൻ. യെസ്, വായു ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കാൻ പറ്റില്ല അല്ലെ. അതായത് എല്ലാവരും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? അവരെല്ലാവരും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ അവരെല്ലാവരും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും അതായത് ജീവീയ ഘടകങ്ങളും നമ്മുടെ അജീവീയ ഘടകങ്ങളും ഒക്കെ പരസ്പരം ആശ്രയിച്ച് അതായത് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആ ഒരു പ്രദേശം ഉണ്ടാവില്ലേ, ആ ഒരു പ്രദേശത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാടാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കുളമാണെങ്കിലും ഇനി ഒരു കാവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതാണെങ്കിലും നമ്മളൊരു വയൽ എടുക്കുകയാണെങ്കിൽ അതാണെങ്കിലും എല്ലാം എന്താണ്? എല്ലാം ഒരു ഇക്കോസിസ്റ്റങ്ങളാണ് അല്ലെ, ആവാസ വ്യവസ്ഥകളാണ്.
അവിടെ ഒരുപാട് ജീവികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവിടെ ബയോട്ടിക് ഫാക്ടർ, ജീവിയ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ ആരുണ്ടായിരിക്കും, അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെ, അജീവീയ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, പരസ്പരം സഹായിച്ചിട്ടല്ലേ, പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ട്, പരസ്പരം ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രദേശത്ത് ജീവിച്ചു പോരുന്നത്. നമുക്കറിയാം ഒരു ജീവി മറ്റൊരു ജീവിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരം ആക്കുന്നുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കുളത്തില് മീനുകളുണ്ട്, ആ മീനുകളെ കഴിച്ചിട്ട് ജീവിക്കുന്ന ജീവികൾ അവിടെ ഇല്ലേ. അപ്പൊ എന്താണ്, എല്ലാവരും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രദേശത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്കോസിസ്റ്റം അഥവാ നമ്മുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെ, ജീവനുള്ള ആളും ജീവൻ ഇല്ലാത്ത ആളും, ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും അല്ലെ, ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും നമ്മൾ പല 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 പേരിൽ പഠിച്ചു എന്നേ ഉള്ളൂ. എല്ലാവരും എന്താണ്, യെസ്, ഒരേ സംഭവം തന്നെ അല്ലെ. ഇനി അവരെല്ലാവരും ആശ്രയിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രദേശത്തിന്, ആ ഒരു പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത് അല്ലെ, ആവാസ വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതാ മക്കൾക്കെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെ ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.